എല്ലാവർക്കും നമസ്കാരം. 2025 അവസാന മണിക്കൂറുകൾ കടന്നു പോകുമ്പോഴും ഏറ്റവും വലിയ സന്തോഷം നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മൊത്തത്തിൽ 2025 കുറിച്ച് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുടെ ഒരു വർഷം തന്നെയായിരുന്നു. കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന് ഞങ്ങളെ കുരുന്ന് ഞങ്ങൾക്ക് പിറന്നു വീഴും മുമ്പേ നഷ്ടപ്പെട്ടു പോയത്. തുടർച്ചയായി 2 വർഷം MDRT ആയിരുന്ന എനിക്ക് ഈ വർഷം അതിൻ്റെ ആഘാതം കൊണ്ട് തന്നെ MDRT ആകാൻ പറ്റാതിരുന്നത്. പിന്നീട് 2025 ഡിസംബർ മാസത്തിൻ്റെ അവസാന ആഴ്ച എത്തിയപ്പോഴേക്കും ഞാൻ വളരെ ആരോഗ്യവതിയെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതിനേക്കാളൊക്കെ ഉപരി 2 ജീവനുകൾ കോരിയെടുക്കാൻ നോക്കിയിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോയത് പ്രിയപ്പെട്ട സജിതയും രഞ്ജുവും. ഇതെല്ലാം മനസ്സിന് ഒരുപാട് പ്രയാസം തന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇനിയും വരുന്ന 2026 ഇതിനെ എല്ലാം മറികടക്കാൻ പാകത്തിനുള്ള ഒരുപാട് നന്മയും മേന്മയും പ്രതീക്ഷയും നൽകുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കും നിങ്ങൾക്കും എല്ലാം ഒരുപാട് സന്തോഷവും നല്ലത് മാത്രം കൊണ്ടുവരുന്നൊരു വർഷമാകട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി ആശംസിക്കുന്നു.